Once again, welcome back to KCS classes. This is Kiran CS. KCS classes ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് കേരള PSC സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് GST, ഇൻഡയറക്റ്റ് ടാക്സേഷനിലെ GST ആണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സപ്ലൈ. ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ, അത് സപ്ലൈയുടെ കീഴിൽ വന്നാൽ മാത്രമേ GST ചാർജ് ചെയ്യുള്ളൂ. സോ എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് സപ്ലൈ ഓഫ് സർവീസ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സപ്ലൈ ഓഫ് സർവീസ്. എന്തിനൊക്കെയാണ് നമ്മൾ സർവീസിന്റെ കീഴിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നിട്ട് GST ചാർജ് ചെയ്യുക, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൺസെപ്റ്റ്സ്, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് കാണാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സപ്ലൈ ഓഫ് സർവീസ്? ഓക്കെ, സോ ഒരു 6 പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 6 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് സർവീസിന്റെ കീഴിൽ വരുന്നത്. ദെൻ നമ്മൾ അവിടെ സപ്ലൈയുടെ കീഴിലാക്കി അതിനാക്കി GST ചാർജ് ചെയ്യേണ്ടി വരും. ഏതൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. സോ നമ്പർ 1, റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. റെന്റിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഗുഡ്സിന്റെ കീഴിൽ വരുന്നത് എല്ലാം മൂവബിൾ പ്രോപ്പർട്ടി ആണ് ഗുഡ്സിന്റെ കീഴിൽ വരാം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംതിങ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് ലിസ്റ്റിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ്സ് അല്ലാത്ത ബാക്കി എന്തും സർവീസ് ആണ്. ബട്ട് ഈ പറയുന്ന ബിൽഡിംഗ് ആവട്ടെ, ലാൻഡ് ആവട്ടെ, ഇങ്ങനെയുള്ള ചില പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് ലിസ്റ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. GSTയുടെ കീഴിൽ വരില്ല, സപ്ലൈയുടെ കീഴിൽ വരുന്നതല്ല. നെഗറ്റീവ് ലിസ്റ്റ് പോയിന്റ്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റെന്റിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഈ പറയുന്ന ലാൻഡ് ആവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, ഇതൊക്കെ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സർവീസിന്റെ കീഴിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ അവിടെ GST കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് നമ്പർ 1 പോയിന്റ്. എക്സാമ്പിൾ എന്താ? എനിക്ക് ഒരു ക്ലാസ് റൂം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിൽഡിംഗ് റെന്റിന് എടുത്തു. സോ ആ റെന്റ് എന്ന് പറയുമ്പോൾ റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അത് ആ ഒരു റെന്റിന് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പേയ്മെന്റ് നമ്മൾ സർവീസിന്റെ കീഴിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. GST കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് എന്താണ്? നമ്പർ 1, റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ക്ലിയർ? മൂവ് ടു നമ്പർ 2, കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് സിവിൽ സ്ട്രക്ചർ, ബിൽഡിംഗ് എക്സെട്ര. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് എ മൊമെന്റ് ബിഫോർ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ആണ്. എന്താ? ബിൽഡിംഗ് ആവട്ടെ, ലാൻഡ് ആവട്ടെ, ഇതൊക്കെ നെഗറ്റീവ് ലിസ്റ്റിലാണ് വരാം അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ, ഇതൊക്കെ നെഗറ്റീവ് ലിസ്റ്റിലാണ് വരാ. GST നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സപ്ലൈയുടെ കീഴിൽ വരില്ല, നെഗറ്റീവ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ബട്ട് ഹിയർ എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് എന്താണ്? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എങ്കിൽ അവിടെ GST ചാർജ് ചെയ്യേണ്ടി വരും. എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കാം. എനിക്കൊരു ഫ്ലാറ്റ് മേടിക്കണം. സോ ഫ്ലാറ്റിന്റെ വില എന്ന് പറയുന്നത് 40 lakhs rupees ആണ്. 40 lakhs. ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 10 lakh rupees എന്ത് കൊടുത്തു? അഡ്വാൻസ് കൊടുത്തു, 10 ലക്ഷം. അതിനുശേഷം അപ്പോ ഫ്ലാറ്റ് അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് കൊടുത്തത് ഒരു 1st Januaryക്കാണ് നമ്മൾ ഈ ഒരു 10 lakh കൊടുത്തത്. അതിനുശേഷം ഒരു 3 monthsന് ശേഷം ഒരു മാർച്ചിന് ബാലൻസ് ഒരു 30 lakhs കൂടി കൊടുത്തു. അങ്ങനെ ടോട്ടൽ 40 lakhs കൊടുത്തു നമുക്ക് വേണ്ട ഫ്ലാറ്റിന് വേണ്ടി. എങ്കിൽ it comes under GST, it comes under supply of service. എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് സിവിൽ സ്ട്രക്ചർ, ബിൽഡിംഗ് എക്സെട്ര. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ബിൽഡിംഗ് നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കല്ല, ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മൊത്തം കഴിഞ്ഞതല്ല മേടിക്കുന്നത്, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഒരു ഫ്ലാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 10 lakh കൊടുത്തു, പിന്നെ 30 lakhs കൊടുത്തതിന് ശേഷമാണ് ഫുള്ള് റൈറ്റ് നമുക്ക് കിട്ടുന്നത്. സോ അത് സർവീസിന്റെ കീഴിൽ വരും. നമ്മൾ അവിടെ GST കൊടുക്കേണ്ടി വരും 40 lakhs മാൻ. ഓൺ ദി അതർ ഹാൻഡ്, ഞാൻ നേരത്തെ നെഗറ്റീവ് ലിസ്റ്റിന്റെ കേസ് പറഞ്ഞു. ഈ ഒരു ബിൽഡിംഗ് 40 lakhs വാല്യൂ ഉള്ള ഈ ഒരു ബിൽഡിംഗ് എല്ലാ വർക്കും കഴിഞ്ഞ് ഞാൻ 40 lakhs കൊടുത്ത് ഞാൻ അവിടെ മേടിച്ചാണ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എങ്കിൽ അത് ഇവിടെ വരില്ല, അത് നെഗറ്റീവ് ലിസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പോയിന്റ്? കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ്
സിവിൽ സ്ട്രക്ചർ, ബിൽഡിംഗ്. അപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ബിൽഡിംഗ് മേടിക്കുകയാണെങ്കിൽ അപ്പോൾ അത് സർവീസിന്റെ കീഴിൽ വരും. റെഡി ക്യാഷിന് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഫുൾ പേയ്മെന്റ് കൊടുത്ത് എല്ലാ കൺസ്ട്രക്ഷനും കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, ഫ്ലാറ്റ് ആണ് മേടിക്കണമെങ്കിൽ അവിടെ എന്ത് വരില്ല, ഇത് നെഗറ്റീവ് ലിസ്റ്റിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, കൺസ്ട്രക്ഷൻ, അണ്ടർ കൺസ്ട്രക്ഷൻ. മൂവ് ടു തേർഡ്, ടെമ്പററി transfer or permitting the use of IPR, intellectual property right, that is IPR. അപ്പോൾ എന്താണ്, നോട്ട് ഇവിടെ എന്താ പറയുന്നത്, നോട്ട് പെർമനന്റ്, ഓൺലി ടെമ്പററി ട്രാൻസ്ഫർ. ടെമ്പററി ട്രാൻസ്ഫർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ബ്രാൻഡ് ഉണ്ട്, ബ്രാൻഡ് KCS, എൻ്റെ ബ്രാൻഡിന്റെ പേരാണ് KCS. സോ ഈ ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഞാൻ വേറൊരു എന്ത് ചെയ്യണോ, ഒരു ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. എൻ്റെ ഈ ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് KCS എന്ന് പറയണം ഈ ബ്രാൻഡ് ഓൺലി ഫോർ ടെമ്പററി പർപ്പസ് ആണെങ്കിൽ അവിടെ വരുന്ന ചാർജ് അല്ലെങ്കിൽ അത് സർവീസിന്റെ കീഴിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ടെമ്പററി ആണെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും, GSTയുടെ കീഴിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. സപ്ലൈ ഓഫ് സർവീസ് ആണ്. അപ്പോൾ മറക്കരുത്, ടെമ്പററി transfer or permitting the use of IPR, intellectual property right. Clear? അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ഇനി ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് വരും, അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഇനി going to fourth one, എന്താണ് പറഞ്ഞിരിക്കുന്നത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. Agree to obligation to refrain from an act or to tolerate an act or situation or to do an act. എന്താണത്? ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം, എന്നാലും ഒന്നുകൂടി പറയുന്നു. എഗ്രി ടു ഒബ്ലിഗേഷൻ ടു റിഫ്രൈൻ ആൻ ആക്ട്. എന്താ സംഭവം? ഞാൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നോൺ കോമ്പീറ്റ് ഫീ. രണ്ടാമത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കോമ്പൻസേഷൻ ഫോർ ഏർലി ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഒരു എക്സാമ്പിൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഓൾറെഡി ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഞാനും അല്ലെങ്കിൽ കുറച്ച് എന്താണ് പാർട്ടീസും കൂടിയിട്ട് ഞാനൊരു സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സെപ്പറേറ്റ് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി KM എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ KCS എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. സോ ഇവര് പറയാണ് ഓൾറെഡി തൃശ്ശൂർ എന്തുണ്ട്, റൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഉള്ള സ്ഥാപനമാണ് ഈ പറയണ KM. ഇനി അവിടെ തന്നെ വീണ്ടും KCS എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും KM എന്ന് പറയുന്ന സ്ഥാപനത്തിന്. അപ്പൊ ഇവരെനിക്കൊരു 10 lakh rupees ഓഫർ ചെയ്യാണ്. എന്തിനാണ്? നോൺ കോമ്പീറ്റ് ഫീ. ഈ പറയുന്ന കറക്റ്റ് ഇവരുടെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരാണ് നോൺ കോമ്പീറ്റ് ഫീ. എങ്കിൽ ഇറ്റ് കംസ് അണ്ടർ സർവീസ്, സപ്ലൈ ഓഫ് സർവീസ്, GST ചാർജ് ചെയ്യും. അപ്പോ ഒന്നിനുമല്ല, അവർക്കൊരു കോമ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അതിൽ നിന്ന് പിന്മാറ്റാണ്, നമ്മള് അതിൽ നിന്ന് പിന്മാറാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് നോൺ കോമ്പീറ്റ് ഫീ. അവിടെ അത് സർവീസ് ആണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്, GST ചാർജ് ചെയ്യും. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ. അപ്പോ ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്, കോമ്പൻസേഷൻ ഫോർ ഏർലി ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. എന്താണ് കോമ്പൻസേഷൻ ഫോർ ഏർലി ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്? ഞാൻ എല്ലാവർക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. കോമ്പൻസേഷൻ ഫോർ ഏർലി ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. എക്സാമ്പിൾ, പലപ്പോഴും നമ്മൾ ലോൺ എടുക്കും. ആർക്കും ഇപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി താല്പര്യമില്ലെങ്കിലും പക്ഷേ ലോൺ എടുക്കാൻ നിവൃത്തിയില്ല പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ ഇപ്പോൾ ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ 30 years അല്ലെങ്കിൽ 20 years, മിക്കവാറും എടുക്കുന്നത് 30 yearsനാണ്. അപ്പോൾ ഞാനൊരു 30 കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് 30 yearsന് വേണ്ടിയിട്ട് 30 years ഒരു 50 ലക്ഷം രൂപ 50 lakh rupeesന്റെ ലോൺ എടുത്തു വീട് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പെർമനന്റ് ജോബ് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ പോന്നു. എന്നാലും കുറച്ച് 30 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. ഞാനൊരു ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ 4 years 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പെർമനന്റ് ജോബ് കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് അല്ലെങ്കിൽ സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി പേയ്മെന്റ് കൂടി. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ വേറൊരു പ്രോപ്പർട്ടി വിറ്റിട്ട് എനിക്ക് കുറച്ചധികം പൈസ കിട്ടി.
സോ ഞാൻ ഈ പറയുന്ന 50 lakhs ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. 50 lakhs 30 കൊല്ലത്തേക്കാണ് എടുത്തത്. അത് ക്ലോസ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കണം. അപ്പൊ ഓൾറെഡി ഞാനൊരു 4 കൊല്ലം കൊണ്ട് കുറച്ച് പൈസ, ഫോർ എക്സാമ്പിൾ 50 lakhs നമ്മളൊരു 10 ലക്ഷം അടച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇനി 40 lakhs ആണ് എന്ത് പറയുന്നത് റിമൈനിങ് വരുന്നത്. സോ ഞാൻ ഈ 40 lakhs കൊടുത്ത് 30 കൊല്ലത്തേക്ക് എടുത്ത ഈ ലോൺ നേരത്തെ അടച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിക്കണം. അപ്പോ ബാങ്കുകാർ പറയും, ഓ 30 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞിട്ടില്ല ഇത് കൊണ്ടുപോയേ. അങ്ങനെ നേരത്തെ തന്നെ ഈ കോൺട്രാക്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ആർക്കാണ് അവിടെ നഷ്ടം വരുന്നത്? ബാങ്കിനാണ്. ബിക്കോസ് 30 കൊല്ലം കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ബാങ്കിന് അവിടെ നഷ്ടമായത്. അപ്പോ അവിടെ ഒരു ഏർലി ചാർജ്, ലോൺ എടുത്ത് നേരത്തെ അടയ്ക്കുന്ന സമയത്ത് എല്ലാ ബാങ്കുകാരും പറയുന്ന ഒരു കാര്യമാണ്, കുറച്ച് നേരത്തെ അടയ്ക്കുമ്പോൾ അവിടെ ചെറിയൊരു ചാർജ് വരും. ചില ആൾക്കാർ ഇത് പറയില്ല. ആ സമയത്തായിരിക്കും ഇതെന്താണ് നോക്കുമ്പോൾ ഒരു പെർസെന്റേജ് അവിടെ ആഡ് ചെയ്ത് വരും. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? കോമ്പൻസേഷൻ ഫോർ ഏർലി ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. നമുക്കപ്പോ ബാങ്കും നമ്മളുമായിട്ടുള്ള ആ കോൺട്രാക്ട് നേരത്തെ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നു ഒരു അഡീഷണൽ ചാർജ്. അവിടെ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? GST കൊടുക്കേണ്ടി വരും. ഇറ്റ് കംസ് അണ്ടർ സപ്ലൈ ഓഫ് സർവീസ്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നേരത്തെ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ അതിനൊരു ചാർജ് അവിടെ വരും. അത് സർവീസിന്റെ കീഴിലാണ്. ഇനി അവിടെ ഒരു കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. KM എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഒരു പാർട്ടായിരുന്നു. ഞാൻ KCS എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സ്ഥാപനം തുടങ്ങിയപ്പോ നോൺ കോമ്പീറ്റ് ഫീ ആണ്. ഇനി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലിയാണ്, നേരത്തെ പറഞ്ഞ ഞാൻ ഇതിന്റെ പാർട്ണർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലിയാണ് ചെയ്തത്. കുറച്ച് കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്തെന്നിരിക്കുക. ഓക്കെ, ഒരു വ്യക്തിനെ എന്താണ് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോമ്പൻസേഷൻ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങള് നെഗറ്റീവ് ലിസ്റ്റിലാണ് വരാം. എന്താണ് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ എന്താണ് നോൺ കോമ്പീറ്റ് ഫീ ആയിട്ടാണ് തരണമെങ്കിൽ കംസ് അണ്ടർ സർവീസ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്, SOS ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു ജോലി. എംപ്ലോയർ റിലേഷൻഷിപ്പില് ഇങ്ങനെ എന്തെങ്കിലും ടെർമിനേഷനോ അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് അവിടെ ഒരു കാരണവശാലും എന്ത് വരില്ല? സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വരില്ല. അത് നെഗറ്റീവ് ലിസ്റ്റ് ആണ്. എംപ്ലോയർ റിലേഷൻഷിപ്പ് നെഗറ്റീവ് ലിസ്റ്റ് ആണ് വരിക. അവിടെ GSTയുടെ കീഴിൽ വരില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ നോൺ കോമ്പീറ്റ് ഫീ ആണ്. ഞാൻ വേറൊരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നോൺ കോമ്പീറ്റ് ഫീ എനിക്ക് തരാണ്. നേരെ മറിച്ച് എന്താ, ഇത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക. ടെർമിനേറ്റ് ചെയ്യാണ്, നിന്നെ നീ എന്ത് ചെയ്യണ്ട വേണ്ട എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണ്. നെഗറ്റീവ് ലിസ്റ്റിന്റെ കീഴിലാണ് വരാം. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ ദാറ്റ്സ് അബൌട്ട് ഫോർത്ത് വൺ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. Moving to fifth one, development, design, programming, customization, adaptation, upgradation, enhancement, implementation of IT software. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് അല്ലെ? അപ്പൊ നാച്ചുറലി നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് പേയ്മെന്റ് അടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിലാണ് വരാം. ഓക്കെ, ഇനി അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ പലപ്പോഴും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അതിന് പേയ്മെന്റ് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ സപ്ലൈ സർവീസ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഈ പറയുന്ന സംഭവം തന്നെ DVD ആയിട്ട് മേടിക്കുന്നൊക്കെ, DVD ആയിട്ട് പല സംഭവങ്ങളും നമുക്ക് എന്ത് കിട്ടും? DVD ആയിട്ട് കിട്ടും. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അവിടെ അത് മൂവബിൾ ഗുഡ്സ് ആണ്. DVD എന്ന് പറയുന്നത് എന്താ? മൂവബിൾ ആണ്. അപ്പൊ അത് ഏതിന്റെ കീഴിൽ വരും? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. എനിത്തിങ് മൂവബിൾ ആണെങ്കിൽ ഗുഡ്സ് ആണ്. ഇവിടെയാണെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അതെന്ത് വരും? സപ്ലൈ ഓഫ് സർവീസ്. ശ്രദ്ധിക്കണം, DVD ആണെങ്കിൽ ഏതിന്റെ കീഴിലുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, മൂവബിൾ ആണ്. ക്ലാരിറ്റി കിട്ടിയെന്ന് ചോദിക്കുന്നു. ആൻഡ് മൂവിംഗ് ടു ലാസ്റ്റ് പോയിന്റ്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ് ഫോർ എനി പർപ്പസ്. എന്താണത്? ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ്. ഒരു ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രം കിട്ടാണ് എങ്കിൽ സർവീസിന്റെ കീഴിലാണ് വരാൻ. റൈറ്റ് മാത്രം. ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് പന്തലിടേണ്ടി വന്നു. അപ്പൊ നാച്ചുറലി എന്താണ്, നല്ല സ്റ്റാൻഡേർഡ് പന്തലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വെക്കണം. അപ്പൊ നാച്ചുറലി ഞാൻ എന്ത് ചെയ്തു, ഒരു വ്യക്തിക്ക് ഓർഡർ കൊടുത്തു. അപ്പൊ അയാളുടെ എന്താണ് ഗുഡ്സ് അല്ലെ, പല സംഭവങ്ങളും ഉണ്ടായിരിക്കും. പന്തലിടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഗുഡ്സും ഒക്കെ
യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ ഒരു വണ്ടികൾ ഞാൻ പറഞ്ഞു എന്താണ്, ഒരു 5 ദിവസത്തേക്ക് വണ്ടി വേണം, അപ്പോൾ വണ്ടിയും കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുഡ്സും ഞാൻ മേടിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ടു യൂസ് ഗുഡ്സ് ആണ് എന്തിനു വേണ്ടിയിട്ട്, എൻ്റെ മാരേജിന് വേണ്ടി. എങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അതാണ് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ് ഫോർ എനി പർപ്പസ്. എങ്കിൽ ഗുഡ്സ് നമ്മൾ റൈറ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സർവീസിന്റെ കീഴിലാണ് വരാൻ. ഓക്കെ, സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ. നമ്പർ 1 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിങ്ങിനാണെങ്കിൽ, ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് കോംപ്ലക്സ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, ദെൻ IPR യൂസ് ചെയ്യാണ് ടെമ്പററി, ദെൻ എന്താണ് എഗ്രി ടു ഒബ്ലിഗേഷൻ അല്ലെ, നോൺ കോമ്പീറ്റ് ഫീ ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടിയിട്ട് നോൺ കോമ്പീറ്റ് ഫീ തരുന്നു. അതേപോലെ തന്നെ ഏർലി സെറ്റിൽമെന്റ്, എന്തെങ്കിലും ഒബ്ലിഗേഷനിൽ ഏർലി സെറ്റിൽമെന്റ് വരുമ്പോഴൊക്കെയാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് കണ്ട സർവീസ് ആണ്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് IT സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വരും. ലാസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ് ഓർ ഫോർ എനി പർപ്പസ്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിലോട്ട് പോവാം. ഓക്കെ, ടോട്ടൽ 6 സിറ്റുവേഷൻസ് ആണ് നമ്മൾ കണ്ടത്. സോ ആ 6 സിറ്റുവേഷനിൽ ഫസ്റ്റ് 3 സിറ്റുവേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ബാലൻസ് സിറ്റുവേഷന്റെ പ്രോബ്ലംസും അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് GSTയുടെ കീഴിൽ വരുന്നതാണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റെന്റിങ് ഓഫ് വേക്കന്റ് ലാൻഡ്, റെന്റിങ് ഓഫ് വേക്കന്റ് ലാൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് to a stud farm for rupees 1,50,000. It is supply of service. Is it supply of service? Will GST will be leviable? അപ്പോൾ എന്താ ചോദിച്ചിരിക്കണേ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്, ലാൻഡ് സ്റ്റഡ് ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് 1,50,000 റുപ്പീസിന് റെന്റിന് കൊടുത്തു. എങ്കിൽ അത് GSTയുടെ കീഴിലോട്ട് വരും, സപ്ലൈ ഓഫ് സർവീസ് ആവും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ SOSന്റെ കീഴിൽ വരും, സപ്ലൈ ഓഫ് സർവീസ്, GST കൊടുക്കണം. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അല്ലെങ്കിൽ ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുള്ളവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സപ്ലൈ ഓഫ് സർവീസ് ആണ്, GST വരും. ഓക്കെ, മൂവിംഗ് ടു സെക്കൻഡ് വൺ. ലീസിംഗ് ഓഫ് വേക്കന്റ് ലാൻഡ് ടു എ പോൾട്രി ഫാം. ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്, ടു എ പോൾട്രി ഫാം ഫോർ rupees 76,000. ഈസ് ഇറ്റ് സപ്ലൈ ഓഫ് സർവീസ്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സപ്ലൈ ഓഫ് സർവീസ് തന്നെയാണ്, സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരും, SOS തന്നെയാണ്. പക്ഷേ എക്സംപ്റ്റഡ് ഫ്രം GST. കാരണം എന്താ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണ്. സോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുന്നു, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമുക്ക് എക്സംപ്റ്റഡ് ഫ്രം GST കുറച്ച് പഠിക്കാനുണ്ട്. അതിന് നമ്മൾ നെക്സ്റ്റ് കാണും, ഇനി വരും വീഡിയോയിൽ നമുക്കൊക്കെ കാണാം. സോ എക്സംപ്റ്റഡ് ഫ്രം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ SOS ആണെങ്കിലും എക്സംപ്റ്റഡ് ആണ്, അവിടെ GSTയുടെ കീഴിൽ വരുന്നില്ല. കാരണം എന്താ, പോൾട്രി ഫാം ആണ്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ നമ്മള് ഫസ്റ്റ് കേസിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുമ്പോൾ അത് SOS ആണോ അല്ലെങ്കിൽ GST ആണോ എന്നുള്ളതിന്റെ 2 എക്സാമ്പിൾ ആണ് കണ്ടത്. ഓക്കെ, മൂവിംഗ് ടു തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. A builder has entered into an agreement to sell a flat to a customer. ഒരു കസ്റ്റമർക്ക് നമ്മൾ ഒരു ഫ്ലാറ്റ് കൊടുക്കാൻ നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു, എഗ്രിമെന്റ് വെച്ചു. പ്രൈസ് ഓഫ് ഫ്ലാറ്റ് rupees 42 lakhs, 42 ലക്ഷം രൂപയാണ് അതിന്റെ പ്രൈസ് പറയുന്നത്. ചാർജസ് ഫോർ പ്രൊവൈഡിങ് പാർക്കിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് വേറൊരു 1,25,000 പറയുന്നുണ്ട്. അങ്ങനെ 42 lakh plus 1,25,000 ടോട്ടൽ വരുന്നുണ്ട്. The builder received part payment before construction. ഒരു പാർട്ട് പേയ്മെന്റ് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, before construction was completed, and balance amount was received after obtaining completion certificate. അപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം ബാലൻസ് എമൗണ്ട് കൊടുത്ത് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അണ്ടർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആണ്, ഫ്ലാറ്റ് ആണ് എങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരും, അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓൺ ദി അതർ ഹാൻഡ് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ മേടിക്കണമെങ്കിൽ അത് ഇതിന്റെ കീഴിലാണ് വരിക, നെഗറ്റീവ് ലിസ്റ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ഇപ്പോ ഫൈൻ GST, CGST 6%, SGST 6% ആണ് അവിടെ കൊടുക്കേണ്ടി വരിക.
ടാക്സ് ലയബിലിറ്റി എത്രയാവുന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണ്, GST കൊടുക്കണം. സോ CGST 42 lakh plus 1,25,000 में 6% CGST, SGST 42 lakh plus 1,25,000 में 6% SGST, total അപ്പോൾ 2,95,500, 2,95,500 total tax liability എന്ന് പറയുന്നത് 5,19,000. ഓക്കെ, സോ നമ്മൾ സപ്ലൈ ഓഫ് സർവീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ 2 പോയിന്റിലത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പ്രോബ്ലംസ് ആണ്. 3 പ്രോബ്ലം ആണ് ഇപ്പൊ കണ്ടേ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ശ്രദ്ധിക്കുക, അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ GSTയുടെ കീഴിൽ വരും, അല്ലെങ്കിൽ നെഗറ്റീവ് ലിസ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് മൂന്നാമത്തെ കേസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് കിടക്കാം. നാലാമതായി ഒരു പ്രോബ്ലം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാണ്, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. വേറൊരു കേസ്, സപ്ലൈ ഓഫ് സർവീസ് തന്നെ വരുന്ന വേറൊരു കേസ്. സോ മിസ്സസ് ABC ലിമിറ്റഡ് പ്രൊവൈഡ്സ് ദി ഫോളോയിങ് റിലേറ്റിംഗ് ടു IT സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ മിസ്സസ് ABC ലിമിറ്റഡ് ആണ് IT സോഫ്റ്റ്വെയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണ് നടത്തുന്നത്. കമ്പ്യൂട്ട് ദി വാല്യൂ ഓഫ് ടാക്സബിൾ സർവീസ് and GST liability percentage, CGST 9%, SGST 9%. രണ്ട് കാര്യങ്ങളാണ്, ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈൻ ഓഫ് IT സോഫ്റ്റ്വെയർ, അതിന് വേണ്ടിയിട്ട് 15 lakhs. അപ്പൊ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് IT സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരുന്നു, ഡിസൈൻ ചെയ്ത് തരുന്നു, അതിന് ചാർജ് ചെയ്യുന്നത് 15 lakhs. നെക്സ്റ്റ്, സെയിൽ ഓഫ് പ്രീ പാക്കേജ്ഡ് സോഫ്റ്റ്വെയർ, പ്രീ പാക്കേജ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വിച്ച് ഈസ് പുട്ട് ഓൺ മീഡിയ, അതിന് 52 lakhs, 52 ലക്ഷം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഓൾറെഡി പ്രീ പാക്കേജ് ആയിട്ടുള്ള ഒന്നും, ദെൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആൻഡ് എന്താണ് ഡിസൈനിനും വേണ്ടിയിട്ട് ഉള്ള സോഫ്റ്റ്വെയറും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചു. IT സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ്, ഡിസൈൻ, ഇത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഇതിന്റെ കീഴിലാണ്, സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിലാണ്. GST കൊടുക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ എത്രയുണ്ട്? 15 lakhs plus 52 lakhs, 67 lakhs ആണ്. So both A and B comes under SOS, supply of service. So CGST 67 lakhs में total 9%, so 6.03 lakhs. Then SGST ആണെങ്കിലോ 67 lakhs में 9%, 6.03 lakhs, total 12.06 lakhs ആണ് total GST liability വരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 6 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതില് 3 കേസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ നെക്സ്റ്റ് കേസിലുള്ള പ്രോബ്ലംസും അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ. സോ ആ കൺസെപ്റ്റിലോട്ട് പോകണം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലോട്ടൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.